നമുക്ക് എങ്ങനെയാണ് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് ഒരു സൊസൈറ്റിയെ മാറ്റാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ മാറ്റുന്ന ഐഡിയയ്ക്കാണ് ഇന്ന് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമുക്കറിയാം, കുട്ടികളെല്ലാം തന്നെ സ്റ്റാർട്ടപ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്കൂളുകളിൽ കോളേജുകളിൽ അവരുടെ ഐഡിയാസ് കൊണ്ടുവരുന്നത്. അവർ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നു. പല കുട്ടികളും സ്റ്റാർട്ടപ്സ് അത് സക്സസ്ഫുള്ളായിട്ട് പോകാൻ കഴിയുമെന്ന് വരത്തില്ല. അവരുടെ കോളേജ് കരിയർ കഴിയുമ്പോഴത്തേക്ക്, കോളേജ് ലൈഫ് കഴിയുമ്പോഴേക്കും അവർ ഈ സ്റ്റാർട്ടപ്പ് വിടുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പിൽ ശരിക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഐഡിയയോട് നമുക്കൊരു പാഷൻ ഉണ്ടാവണം. ആ ഐഡിയ നമ്മുടെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകണം. നമ്മുടെ ഓരോ നിമിഷങ്ങളിലും ആ ഐഡിയയെപ്പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും പുതിയ പുതിയ മോഡിഫിക്കേഷൻസ് ഒക്കെ ഐഡിയയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്കത് സക്സസ് ആക്കി മാറ്റാൻ പറ്റും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എഡിസൻ്റെ ആണ്, തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം 9,000-ലധികം എക്സ്പെരിമെൻറ്റ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിന്ന് കാണുന്ന ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കറിയാം, 9,000 എക്സ്പെരിമെൻറ്റ്സ്, നമ്മളൊരു 2 എക്സ്പെരിമെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് മടക്കി വെച്ചിട്ട് വിട്ടിപ്പോകും, അല്ലേ? അപ്പോൾ അത്രയും പേഷ്യൻസ് ആണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പോൾ ആ പേഷ്യൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഐഡിയാസിനെ മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ അക്കാഡമിക് ലൈഫ്, ഈ കോളേജ് ലൈഫ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതുമായി മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് അത് പലപ്പോഴും നമുക്കറിയാം, അത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്സ് വേണം. അപ്പോൾ എങ്ങനെ ആ ഫണ്ടുകൾ കണ്ടെത്താം? അതിനാണ് നമുക്കിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സംഘടനകളൊക്കെ അതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾ അതിൻ്റെ എല്ലാം സോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ലിറ്ററേച്ചർ വളരെ അധികം ഉണ്ടെന്നാണ്.